കേട്ടോ. ഞാനും കണ്ണനും പിള്ളേരും പാടെ, ഞാൻ മുതുക്കനാണ്, നല്ല ചെക്കന്മാരോടൊപ്പം കുത്തിക്കാട്ടാൻ പോകട്ടോ. നമ്മളീ പോട്ടുള്ള മീനുകളെ പിടിക്കില്ല, മടയിലുള്ള മീനുകളെ പിടിക്കാൻ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആദ്യം ചെറിയ പരലിനെ പിടിക്കും. എന്നിട്ട് അതിനെ കോർത്തിട്ട് കാണിച്ചറാ പരിപാടി കാണിച്ചറാ. നമുക്ക് അങ്ങനെ മീൻ കിട്ടുപോയി നോക്കാം. എന്തൊക്കെ ഇവിടെ കാര്യപരിപാടിയിലാണ്, എന്തോ കണ്ടിട്ട് തോന്നുന്നു അല്ലേ, എന്തോ നോക്കുന്നുണ്ട്. ചെറിയ മീനെ പിടിക്കാളേരാ ദിവിൻ്റെ ആകാം. നമ്മളെ താഴത്തെ തോട്, തോടിന്റെ വലുപ്പമല്ലെങ്കിലും നമുക്ക് ഇതാണ് തോട്. ആദ്യം ഇങ്ങനെ ഒന്നും കേട്ടോ, കുറച്ച് സെറ്റപ്പ് ആക്കിയാണ്. പക്ഷെ പണ്ടത്തെ രസമൊന്നുമില്ല കാണാൻ. കിട്ടിയോ? ഒരു ചെറിയ പാലിനെ കിട്ടിട്ടോ. ചെറുതൊന്നല്ല, കുഴപ്പമില്ലാത്ത വലുപ്പമുണ്ടല്ലേ. അതിനെ കുത്തിക്കാട്ടം വേണോ? ആയിക്കോട്ടെ. ഇത് മൊത്തം പയറാട്ടോ. ഇതിൽ തത്തമ്മ അണ്ടമാനം വന്നിരിക്കണ്ടേ. അപ്പൊ അതിന്റെ ആൾക്കാരെ അതിനെ കാട്ടി വിടുന്നുണ്ട്. നമ്മുടെ ആൾക്കാരനാണ്. അപ്പൊ നമ്മൾ പിടിച്ച മീനിനെ ഇങ്ങനെ കോർത്തണം കേട്ടോ. ഇവിടെ വലിയ കുളത്ത് ഒരു വടി, കണ്ണനാണ് ഫിഷിങ് വരാൻ. നമുക്കിത് പോടിന്റെ ഉള്ളിക്കിടാം. പോട്, മട, ഓട്ട. ഇതാട്ടോ നമ്മൾ പറഞ്ഞ കാര്യം. ഇതൊക്കെ തത്തമ്മ ഇങ്ങനെ തൊലിച്ചിട്ട് അതിന്റെ കുരു മാത്രം തിന്നിട്ട് പോകും. അതൊക്കെ കർഷകർക്കുള്ള നഷ്ടം. ഇതാട്ടെ ഇതെന്നുള്ള പയറിന്റെ ഇതാണത്. ഇതാ നമ്മുടെ ദിവ്യനെ ഞങ്ങള് ജിങ്കാന്നാട്ടോ വിളിക്കാൻ. ഒരു പരലിനെ കിട്ടണ കുത്തിക്കാട്ട. വലിപ്പുണ്ടല്ലേ. മുഹമ്മദ് സിനാൻ. അടുത്ത മടയെ കിട്ടുന്നു കേട്ടോ. നമ്മുടെ വെള്ളച്ചാട്ടത്തിലാണ്. നടയില് മീൻ കിട്ടോ. അല്ല, നടയില് മീനല്ല, എന്തോ ഉണ്ട്, കിട്ടും പറയാ. അപ്പൊ നമ്മളെ ചെക്കന്മാർക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷെ നമ്മളെ കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ വീഡിയോ ഇടേണ്ട കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, നാടിന് പുറത്തുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മള് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയത് നമുക്ക് മനസ്സിലായിട്ടോ. അപ്പൊ അവർക്ക് നമ്മുടെ നാടും ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു രസകരം, മീൻ ഇല്ലാന്നുണ്ടെങ്കിലും. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ മീൻ കിട്ടിയില്ലെങ്കിലും ഇങ്ങനത്തെ നാട്ടിൻപുറത്ത് വീഡിയോസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ.